എനിക്കിതൊരു ശോകം പിടിച്ച ദിവസമായിരുന്നു കേട്ടോ. കാരണം കുറച്ച് കാലങ്ങളായിട്ട് ഭയങ്കര തലവേദനയാണ്. അപ്പോൾ തലവേദനയുടെ മൂർധന്യാവസ്ഥ എന്നൊക്കെ പറയില്ലേ, ആ ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ എനിക്കിന്ന് ഓഫീസിൽ പോകാൻ ഒട്ടും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. രാവിലെ തന്നെ തല പൊക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. നേരെ ഹോസ്പിറ്റലൊക്കെ പോയി മെഡിസിനൊക്കെ വാങ്ങിച്ചിട്ട് ഒന്ന് കുടിച്ച് പിന്നെ കുറേ നേരം കിടന്നുറങ്ങി. അപ്പോൾ തന്നെ പകുതി തലവേദന ആശ്വാസമായി. ഒന്ന് തല പൊക്കാൻ പാകമായപ്പോൾ ഞാൻ എണീച്ചിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രഹസനമാണ് ആദ്യത്തെ വീഡിയോസിൽ കണ്ടത്. പിന്നെ ഞാൻ എണീച്ചിട്ട് കടയിൽ പോകാനുണ്ടായിരുന്നു. മോന് കുറച്ച് സാധനങ്ങളൊക്കെ നാളത്തേക്ക് കൊണ്ടുപോകാനുള്ളത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ കടയിലെത്തിയപ്പോൾ അവന് കോളിഫ്ലവർ വേണമെന്ന് പറഞ്ഞു. കോളിഫ്ലവർ എന്താണെന്ന് പോലെ എനിക്ക് അറിയുമെന്ന് അറിയില്ല അവന്. എന്നാലും കോളിഫ്ലവർ വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചു കൊടുത്തു. നാളെ അത് ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ പഴം വാങ്ങിയിട്ടുണ്ടായിരുന്നു സ്നാക്കിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. പിന്നെ എനിക്ക് ചേന, ചേമ്പ് അങ്ങനത്തെ ഈ നാടൻ പച്ചക്കറികളുണ്ടല്ലോ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. നമ്മൾ ഈ തിരുവാതിര ടൈമിലൊക്കെ ഉണ്ടാക്കില്ലേ, അങ്ങനെ പുഴുക്ക്, ആ ഒരു ടൈപ്പൊക്കെ എനിക്ക് ഭയങ്കര എൻ്റെ ഫേവറേറ്റ് ആണെന്ന് തന്നെ അത് പറയാം. അപ്പോൾ ഞാൻ കുറച്ച് ചേനയും ചേമ്പും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തിട്ട് നാളെ ഉണ്ടാക്കണം എന്നുണ്ട്. എങ്ങനെ ആയി തീരുന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും അത് രണ്ടും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് മറ്റേ പൂളക്കിഴങ്ങൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ ആ ഒരു ടൈപ്പ് വാങ്ങിച്ചു. പിന്നെ മാങ്ങ ഉണ്ടായിരുന്നു, മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെയും കൺട്രോൾ പോയി. അപ്പോൾ ഞങ്ങൾ അത് വാങ്ങിച്ച് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീട്ടിലേക്ക് പോയി വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഒന്ന് ഞാൻ ഫ്രിഡ്ജിൽ അപ്പം തന്നെ കയറ്റി വെച്ചു. പിന്നെ ഉണ്ടായിരുന്ന പഴം, നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടായിരുന്ന പഴം ഒരെണ്ണം എടുത്തിട്ട് കഴിച്ചു. പിന്നെ ബാക്കിയുള്ളത് ഇവിടെ എല്ലാവർക്കും കൊടുത്തു, അച്ഛനും അമ്മയ്ക്കും ഒക്കെ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ രണ്ടാമത് നാളെ മുതൽ തുടങ്ങണം. രാവിലെ എണീക്കണം, ഫുഡാക്കി കൊടുക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടികൾ. നമ്മളെ പോലത്തെ എല്ലാ വീട്ടമ്മമാരും അതുപോലെ തന്നെ വർക്കിംഗ് വുമൺസൊക്കെ എങ്ങനെയായിരിക്കും അല്ലേ. അപ്പോൾ